ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് അനിമൽ കിങ്ഡം എന്ന് പറയുന്ന നമ്മുടെ സുവോളജിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് ചാപ്റ്ററിലെ എൻട്രൻസിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോഴത്തെ നമ്മളെ ബോർഡ് എക്സാമിൻ്റെ ഒരു ട്രെൻഡ് അറിയാലോ. ബോർഡ് എക്സാം ഒക്കെ കുറച്ചും കൂടി ഒന്ന് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡ് എക്സാമിൽ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ, അതായത് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് കൂടി പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാലോ, നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് അനിമൽ കിങ്ഡം. ഓക്കെ, സുവോളജിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് അനിമൽ കിങ്ഡം. അപ്പോൾ അതിൻ്റെ കുറച്ച് നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളത് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രൂപത്തിൽ കണ്ടുകാട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഈ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററത്തെ കുറച്ച് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ കേട്ടോ. നോക്കാം, നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് മക്കളെ. വെൻ എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി ഡിവൈഡ്സ് ദ ഓർഗാനിസം ഇൻടു ടു ഐഡന്റിക്കൽ ഹാഫ്സ്. ഓക്കെ, ഒരു ഓർഗാനിസത്തിന്റെ സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിന് ആ ഓർഗാനിസത്തിന്റെ രണ്ട് ഐഡന്റിക്കൽ ഹാഫുകളാക്കുകയാണെങ്കിൽ, ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ ഹാഫുകളാക്കുകയാണെങ്കിൽ ദ ഓർഗാനിസം ഈസ് കോൾഡ്. ഓക്കെ, അതായത് സിമെട്രിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാലോ 3 ടൈപ്പ് സിമെട്രി ഉണ്ട്. പറയാം മക്കളെ, ഏതൊക്കെയാണ് 3 ടൈപ്പ് സിമെട്രി? അസിമെട്രി, ഒന്നാമത്തെ സിമെട്രി ആണ് മക്കളെ അസിമെട്രി. പിന്നെ രണ്ടാമത്തെ സിമെട്രിയോ റേഡിയൽ സിമെട്രി. രണ്ടാമത്തെ സിമെട്രി ആണ് മക്കളെ റേഡിയൽ സിമെട്രി. മൂന്നാമത്തെ സിമെട്രി ആണെന്ത്? ബൈലാറ്ററൽ സിമെട്രി. പറയാം മക്കളെ, മൂന്നാമത്തെ സിമെട്രി ആണെന്ത്? ബൈലാറ്ററൽ സിമെട്രി. അപ്പോൾ 3 ടൈപ്പ് സിമെട്രി ഉണ്ട് കേട്ടോ. ഏതൊക്കെ 3 ടൈപ്പ് സിമെട്രി? അസിമെട്രി ഉണ്ട്, റേഡിയൽ സിമെട്രി ഉണ്ട്, ബൈലാറ്ററൽ സിമെട്രി ഉണ്ട്. ഓക്കെ, അതിൽ ഇവിടെ ചോദിക്കണത് ഒരു ഓർഗാനിസത്തിന്, ഇപ്പം ഇങ്ങനെ ഒരു ഓർഗാനിസം ഉണ്ടെന്ന് വിചാരിച്ചോളി. ആ ഓർഗാനിസത്തിന്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഏതൊരു ആക്സിസും ആ ഓർഗാനിസത്തിനെ 2 ഈക്വൽ ഹാഫുകളാക്കുകയാണെങ്കിൽ, നിങ്ങൾ നോക്കി, ഈ ഒരു ഓർഗാനിസത്തിന് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു, 2 ഈക്വൽ ഹാഫ് കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്തു, 2 ഈക്വൽ ഹാഫ് കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്തു, 2 ഈക്വൽ ഹാഫ് കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്താലും എന്ത് കിട്ടും? 2 ഈക്വൽ ഹാഫ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ഓർഗാനിസത്തിന് എങ്ങനെ കട്ട് ചെയ്താലും എന്ത് കിട്ടും? 2 ഈക്വൽ ഹാഫുകൾ കിട്ടും. അപ്പോൾ ഇത്തരം സിമെട്രി നമ്മൾ വിളിക്കുന്ന പേരിലടാ എന്താ നമ്മൾ പഠിച്ചത്? റേഡിയൽ സിമെട്രി. പറയാം മക്കളെ, എന്താ വിളിക്കുക? റേഡിയൽ സിമെട്രി. ഈ സിമെട്രി നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റേഡിയൽ സിമെട്രി. അപ്പോൾ അത് ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അടുത്ത നോക്കൂ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഇനി നമ്മൾ പറയാൻ പോകണം മക്കളെ, സെക്കൻഡ് ക്വസ്റ്റ്യനാ. നോക്കിക്കോളി. അനിമൽസ് ലൈക്ക് അനലിഡ്സ്, ഓക്കെ, അനലിഡ, അതേപോലെ ആർത്രോപോഡ്സ് എക്സെട്ര, വേർ ദ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഐഡന്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ഇൻ ഓൺലി 1 പ്ലെയിൻ. ഓക്കെ, ഏതെങ്കിലും ഒരു പ്ലെയിനിൽ മാത്രം ഐഡന്റിക്കൽ ആയിട്ടുള്ള റൈറ്റും ലെഫ്റ്റും ഹാഫുകളാക്കിയിട്ട് തിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ നേരത്തെ ക്വസ്റ്റ്യൻ്റെ നേരെ ബാക്കിയാ. ഓക്കെ, നേരത്തെ നമ്മൾ 3 ടൈപ്പ് സിമെട്രി പഠിച്ചു. എങ്ങനെ കട്ട് ചെയ്താലും സിമെട്രി ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അസിമെട്രി. എന്നാൽ എങ്ങനെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതാണെന്ത്? റേഡിയൽ സിമെട്രി. ഇവിടെ ചോദിക്കുന്നത് ഐഡന്റിക്കൽ ആയിട്ടുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫുകളാക്കി തിരിക്കുന്നു. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ബൈലാറ്ററൽ സിമെട്രി. മക്കൾ എന്താ വിളിക്കുക? ബൈലാറ്ററൽ സിമെട്രി എന്ന് വിളിക്കും. അപ്പോൾ അത് ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. തേർഡ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നോക്കുക, തേർഡ് ക്വസ്റ്റ്യൻ. ഫ്യൂ നിഡേറിയൻസ് ലൈക്ക് കോറൽസ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ കോറൽസ് എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും? ഫൈലം നിഡേറിയ. ഓക്കെ, നമ്മൾ പഠിച്ചതാ മിയാൻഡ്രീന. എന്താ മിയാൻഡ്രീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മിയാൻഡ്രീന, ബ്രെയിൻ കോറൽ എന്നൊക്കെ കേട്ടില്ല നമ്മൾ? മിയാൻഡ്രീന, ബ്രെയിൻ കോറൽ നമ്മൾ കേട്ടോ? ഓക്കെ, പവിഴം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഫ്യൂ നിഡേറിയൻസ് ലൈക്ക് കോറൽസ് ഹാവ് എ സ്കെലിട്ടൺ കമ്പോസ്ഡ് ഓഫ്. കോറൽസിൻ്റെ സ്കെലിട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാലോ കോറൽസിൻ്റെ സ്കെലിട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ്. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, നിഡേറിയൻസ് ലൈക്ക് കോറൽസ് ഹാവ് എ സ്കെലിട്ടൺ കമ്പോസ്ഡ് ഓഫ്. എന്തുകൊണ്ടാണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇപ്പോൾ മക്കൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇൻ ടീനോഫോറ ദ ബോഡി ബേസ് ഡാഷ് എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ് വിച്ച് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ. ഓക്കെ, നമ്മളോട് ചോദിക്കണം ഫൈലം ടീനോഫോറിനെ കുറിച്ചാണ്. ഓക്കെ, ഫൈലം ടീനോഫോറയിൽ എത്ര എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ് ഉണ്ട്? ഓക്കെ, നമുക്കറിയാലോ ഒരു ടീനോഫോറിന്റെ ലോക്കോമോട്ടറി ഓർഗൻ ആണെന്ത്? സീലിയേറ്റഡ് ആയിട്ടുള്ള കോംബ് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന് സീലിയ ഉണ്ട്, കോംബ് പ്ലേറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്. എത്ര സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്.
ടീനോ പ്ലാനൻ്റെ ഫിഗറൊക്കെ ടെക്സ്റ്റിലുണ്ട്. ഓക്കെ, ടെക്സ്റ്റിൽ ടീനോ പ്ലാനൻ്റെ ഫിഗറൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു ഫിഗർ, ഒരു ബോൾ പോലത്തെ ഒരു ഫിഗർ, അതിലിങ്ങനെ സീലിയേറ്റഡ് ആയിട്ടുള്ള കോംബോ പ്ലേറ്റ്സ് ഉണ്ട്. എത്ര കോംബോ പ്ലേറ്റ്സാണ് മക്കളുള്ളത്? 8 കോംബോ പ്ലേറ്റ്സ് ഉണ്ട്. ഇപ്പം മക്കളെ എത്ര കോംബോ പ്ലേറ്റ്സാ? 8 കോംബോ പ്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അക്വാട്ടിക് അനലിഡ്സ് ലൈക്ക് നീറീസ്. അക്വാട്ടിക് ആയിട്ടുള്ള അനലിഡൊക്കെ എക്സാമ്പിൾ ആണെന്ത്? നീറീസ്. പൊസസ് ലാറ്ററൽ അപ്പൻഡേജസ്. എന്താണ് ലാറ്ററൽ അപ്പൻഡേജസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാലോ, ഒരു നീറീസ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചോളി. അതിൻ്റെ ലാറ്ററൽ സൈഡിലായിരിക്കും അതിൻ്റെ അപ്പൻഡേജ്. അപ്പൻഡേജ് എന്ന് പറഞ്ഞാൽ കാലുകൾ, ലോക്കോമോട്ടറിഷന് ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ്. ഓക്കെ, ആ ലാറ്ററൽ അപ്പൻഡേജ് ലൈക്ക് ഡാഷ്, കോൾഡ് ഡാഷ്, വിച്ച് ഹെൽപ്പ് ഇൻ സ്വിമ്മിങ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഫൈലം അനലിഡയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ലാറ്ററൽ അപ്പൻഡേജസിനെ വിളിക്കുന്ന പേരാണ് മക്കളെ പാരപ്പോഡിയ. മക്കളെ എന്താ വിളിക്കുക? പാരപ്പോഡിയ. ഓക്കെ, ലാറ്ററൽ അപ്പൻഡേജസിനെ വിളിക്കുന്ന പേരാണെന്ത്? പാരപ്പോഡിയ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ലിവിങ് ഫോസിൽ? ഓക്കെ, ഇത് നമുക്കറിയാം, ഫൈലം ആർത്രോപോഡിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ലിവിങ് ഫോസിലിനെ കുറിച്ച്. ഓക്കെ, എന്താ ലിവിങ് ഫോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, നിങ്ങൾക്കറിയാം, എവല്യൂഷൻ ഒന്നും നടന്നിട്ട് മാറ്റങ്ങൾ വരാത്ത ഓർഗാനിസത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലിവിങ് ഫോസിൽ എന്ന് വിളിക്കുക. ഓക്കെ, നമ്മൾ ആർത്രോപോഡിൻ്റെ എക്സാമ്പിളുകൾ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട്സ് പഠിച്ചിട്ടുണ്ടാവും, അതേപോലെ വെക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടാവും, പിന്നെ അതേപോലെ തന്നെ ഗ്രിഗേറിയസ് പെസ്റ്റ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. വേറൊന്നാണെന്ത്? ലിവിങ് ഫോസിൽ. ലിവിങ് ഫോസിൽ എന്താ നമ്മൾ എക്സാമ്പിൾ പഠിച്ചത്? ലിവിങ് ഫോസിലിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചതല്ലേ ലിമുലസ്. ലിമുലസിൻ്റെ വേറെ പേരാണെന്ത്? കിങ് ക്രാബ്, ഒരു ടൈപ്പ് ഓഫ് ഞണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വരിക ഡി ആണ്, ഡി ലിമുലസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഫൈലം ആർത്രോപോഡ. ഓക്കെ, ഫൈലം ആർത്രോപോഡിൻ്റെ എക്സ്ക്രീഷൻ ടേക്സ് പ്ലേസ് ത്രൂ. ആർത്രോപോഡൊക്കെ എക്സ്ക്രീഷൻ നടത്തുന്ന ഓർഗൻ ഏതാ? ഓക്കെ, ആർത്രോപോഡിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാ? നമ്മളെ പറഞ്ഞ് പഠിച്ചൊരു സാധനമാണ്. ആർത്രോപോഡിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാ? മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. ഇപ്പം മക്കളെ ഏതാണ് ആർത്രോപോഡിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാ? മാൽപീജിയൻ ട്യൂബ്യൂൾസ്. പറ മക്കളെ, ആർത്രോപോഡിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാ? മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നോക്കിക്കോളൂ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദി ഫൈലം എക്സ്ക്രീറ്ററി ഓർഗൻ ലൈക്ക് പ്രൊബോസിസ് ഗ്ലാൻഡ് ഈസ് പ്രസന്റ്? ഓക്കെ, നമുക്കറിയാലോ, പ്രൊബോസിസ് ഗ്ലാൻഡ് ആരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണെന്നാണ് ചോദ്യം. ഓക്കെ, പ്രൊബോസിസ് ഗ്ലാൻഡ് ആരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആടാ? നമ്മൾ പഠിച്ചല്ലേ, പ്രൊബോസിസ് ഗ്ലാൻഡ് ആരുടെ എക്സ്ക്രീറ്ററി ഓർഗനാ? ഹെമികോഡാറ്റ് അല്ലേ? ഹെമികോഡാറ്റിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ്റെ പേരാണെന്ത്? പ്രൊബോസിസ് ഗ്ലാൻഡ്. പറ മക്കൾ എന്താ വിളിക്കുക? പ്രൊബോസിസ് ഗ്ലാൻഡ് എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് ഹെമികോഡാറ്റിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ. എക്സ്ക്രീറ്ററി ഓർഗൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പോൾ എക്സ്ക്രീറ്ററി ഓർഗൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ഫൈലങ്ങളുടെയും. ഓക്കെ, പ്ലാറ്റിഹെൽമിന്തസ് മുതൽ എല്ലാ ഫൈലങ്ങളുടെയും എക്സ്ക്രീറ്ററി ഓർഗൻ്റെ പേര് പഠിക്കണം. ഓക്കെ, അതിൽ ഹെമികോഡാറ്റിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ്റെ പേരാണെന്ത്? പ്രൊബോസിസ് ഗ്ലാൻഡ്. പരമക്കൾ എന്താ വിളിക്കുക? പ്രൊബോസിസ് ഗ്ലാൻഡ് എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കുക. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോഡേറ്റ് ക്യാരക്ടർ? കോഡാറ്റിൻ്റെ ക്യാരക്ടർ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, പ്രസൻസ് ഓഫ് പെയർഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, ഇത് കോഡാറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, കോഡാറ്റൊക്കെ 4 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് നോട്ടോകോഡ് ഉണ്ട്. ഓക്കെ, നോട്ടോകോഡ് ഉണ്ട്. പിന്നെ ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. ഫാരിഞ്ചൽ ആയിട്ടുള്ള എന്തുണ്ട്? ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഡോർസൽ ഹോളോ, അതേപോലെ സിംഗിൾ ആയിട്ടുള്ള എന്തുണ്ട്? CNS ഉണ്ട്. എന്താ CNS? സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ നെർവ് കോഡ് എന്നൊക്കെ പറയും. പിന്നെ കോഡാറ്റിൻ്റെ ഹാർട്ടുകളെല്ലാം ഏത് സൈഡിലാണ്? വെൻട്രൽ സൈഡിലാണ്. പിന്നെ അതേപോലെ പോസ്റ്റ് ആനൽ ടെയിൽ ഉണ്ട്. ആനസിന് ശേഷം വാലുണ്ട് കോഡാറ്റകൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോഡേറ്റ് ക്യാരക്ടർ എന്നാണ് ചോദിച്ചിട്ടുണ്ട്. നോട്ട് എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ സാധനം. അപ്പോൾ നിങ്ങൾ നോക്കി ഫസ്റ്റ് പറയുന്നത് പ്രസൻസ് ഓഫ് പെയർഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. ഓക്കെ, പെയർഡ് ആയിട്ടുള്ള ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. ഓക്കെ, അടുത്തത് വെൻട്രൽ ഹാർട്ട്. ഓക്കെ, ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് അപ്പോൾ കോഡാറ്റൊക്കെ ഉള്ളൊരു സംഭവമാണല്ലോ. ഓക്കെ, അടുത്തത് വെൻട്രൽ ഹാർട്ട്. അതും ശരിയാണ്. കോഡാറ്റിൻ്റെ ഹാർട്ട് ഏത് സൈഡിലുള്ളത്? വെൻട്രൽ സൈഡിലാണ്. അടുത്ത നോക്കി സോളിഡ് ആൻഡ് വെൻട്രൽ നെർവ് കോഡ്. ഓക്കെ, നെർവ് കോഡ് എന്ന് പറഞ്ഞാൽ CNS എന്നല്ലേ അർത്ഥം? CNS ശരിക്കും നമുക്ക് എങ്ങനെയാണ്? ഡോർസലാണ്, ഹോളോ ആണ്. പക്ഷേ ഓപ്ഷനിൽ എന്താ കൊടുത്തിട്ടുള്ളത്? സോളിഡ് ആൻഡ് വെൻട്രൽ ആണ്. 4ാമത്തെ ഓപ്ഷൻ നോക്കി പ്രസൻസ് ഓഫ് പോസ്റ്റ് ആനൽ ടെയിൽ. അതും ശരിയല്ലേ? അപ്പോൾ ഇതിൽ കോഡാറ്റിൻ്റെ ക്യാരക്ടർ അല്ലാത്തത് എന്ന് പറഞ്ഞാൽ C ആണ്. 9ന്റെ ഓപ്ഷൻ എന്താ വരിക? C ആണ് വരിക. ഓക്കെ അല്ലേടാ? നോക്കൂ,
10ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് അനിമൽസ് കംപ്രൈസസ് ജോലെസ് ഫിഷസ്? ഓക്കെ, ആരുടെ ജോലെസ് ഫിഷസ് എന്ന് പറഞ്ഞാൽ എന്താ? ജോലെസ് എന്ന് പറഞ്ഞാൽ ജോ ഇല്ലാത്ത ഫിഷസ് അല്ലേ? ഓക്കെ, ജോലെസ് ഫിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആരെയാണ് ഉദ്ദേശിക്കുന്നത്? സൈക്ലോസ്റ്റൊമാറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ജോലെസ് ഫിഷ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ജോലെസ് ഫിഷ് എന്ന് പറഞ്ഞാൽ ആരാ ശരിക്കും? സൈക്ലോസ്റ്റൊമാറ്റ് അല്ലേ? സൈക്ലോസ്റ്റൊമാറ്റിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചല്ലേ? എന്തൊക്കെയാണ് സൈക്ലോസ്റ്റൊമാറ്റിക് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത്? ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് മക്കളെ പെട്രോമൈസോൺ. പറ മക്കളെ, ഒന്നാമത്തെ എക്സാമ്പിൾ എന്താ? പെട്രോമൈസോൺ. അതിന്റെ വേറെ പേരാണെന്ത്? ലാംബ്രേ. പറ മക്കളെ, പെട്രോമൈസോണിന്റെ വേറെ പേരെന്താ? ലാംബ്രേ. പിന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് മക്കളെ മൈക്സിൻ. പറയും, രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ? മൈക്സിൻ. മൈക്സിന്റെ വേറെ പേരാണെന്ത്? ഹാഗ് ഫിഷ്. പറയും, വേറെ പേരെന്താ? ഹാഗ് ഫിഷ്. ഓക്കെ, അപ്പൊ സൈക്ലോസ്റ്റൊമാറ്റിന്റെ എക്സാമ്പിൾസ് മാക്കറൽസ് ആൻഡ് റോഹു. തെറ്റല്ലേ? ലാംബ്രേസ് ആൻഡ് ഹാഗ് ഫിഷസ്. പറഞ്ഞൂടെ? ലാംബ്രേ ഉണ്ട്, ഹാഗ് ഫിഷ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഓക്കെ, ഗപ്പീസ് ആൻഡ് ഹാഗ് ഫിഷസ്. ഗപ്പി തെറ്റാണ്. പിന്നെ അതേപോലെ ലാംബ്രേസ് ആൻഡ് ഈൽസ്. ഈൽസ് തെറ്റാണ്. അപ്പോൾ ഇതിൽ ജോലസ് ഫിഷസിന്റെ കോമ്പിനേഷൻ ആയി വരുന്നത് ഏത് ഓപ്ഷനാ? ഓപ്ഷൻ ബി ആണ്. 10ന്റെ ഓപ്ഷൻ വരിക ബി ആണ് കേട്ടോ. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? ഏതൊക്കെയാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, പാരപ്പോഡിയ ആർ ലാറ്ററൽ അപ്പൻഡേജസ് ഇൻ ആർത്രോപോഡ്സ് യൂസ്ഡ് ഫോർ സ്വിമ്മിങ്. ഓക്കെ, സ്വിമ്മിങ്ങിന് ഉപയോഗിക്കും. അതായത് പാരപ്പോഡിയ എന്ന് പറയുന്നത് ലാറ്ററൽ അപ്പൻഡേജസ് ഇൻ ആർത്രോപോഡ്സ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? പാരപ്പോഡിയ ശരിക്കും ആർത്രോപോഡൊക്കെ ആണുള്ളത്? അല്ലല്ലോ. പാരപ്പോഡിയ ആർക്കുള്ളത്? അനലിഡൊക്കെ അല്ലേ ഉള്ളത്? എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാ. അടുത്ത് രണ്ടാമത്തത്, റാഡുല ഇൻ മൊളുസ്ക് ആർ സ്ട്രക്ചേഴ്സ് ഇൻവോൾവ് ഇൻ എക്സ്ക്രീഷൻ. ആണോ? മൊളുസ്കന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാ? നമ്മൾ പഠിച്ചല്ലേ? മൊളുസ്കന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ ഗിൽസ് ആണ്. ഓക്കെ, സംഗതി ശരിയാണ്. മൊളുസ്കൊക്കെ റാഡുല ഉണ്ട്, പക്ഷെ അത് എന്തിനല്ല? എക്സ്ക്രീഷൻ അല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, റാഡുല എന്ന് പറഞ്ഞാൽ മൊളുസ്കന്റെ ഫീഡിങ് ഓർഗൻ ആണ്, ഫുഡ് കഴിക്കാനുള്ള ഓർഗൻ ആണ് എന്ത്? റാഡുല. അടുത്തത് മൂന്നാമത്തത്, ആഷൽമിന്തസ് ആർ ഡൈഷ്യസ്. ആഷൽമിന്തസ് ഡൈഷ്യസ് ആണെന്ന് പറയുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ആഷൽമിന്തസ് ഡൈഷ്യസ്. എന്താ ഡൈഷ്യസ് എന്ന് പറഞ്ഞാൽ? സെക്സസ് ആർ സെപ്പറേറ്റ്. ഓക്കെ, സെക്സുകൾ എന്താണ്? സെപ്പറേറ്റ് ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ആഷൽമിന്തസിന്റെ മെയിലും ഫീമെയിലും തമ്മിലുള്ള വ്യത്യാസം. ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചതല്ലേ? എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താ? ശരിയാ. അടുത്തത്, എക്കൈനോഡേം അഡൾട്ട് ഷോ റേഡിയൽ സിമെട്രി. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം. എക്കൈനോഡെർമാറ്റക്ക് 2 ടൈപ്പ് ഓഫ് സിമെട്രി കാണിക്കാൻ പറ്റും. ഓക്കെ, എക്കൈനോഡെർമാറ്റിന്റെ ഒരു പ്രത്യേകതയാണ് എക്കൈനോഡെർമാറ്റ ഷോസ് 2 ടൈപ്സ് ഓഫ് സിമെട്രി. എന്താണ് മക്കളെ 2 ടൈപ്സ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ? ലാർവകൾ കാണിക്കുക ബൈലാട്രൽ സിമെട്രി ആണ്. പറയാം മക്കളെ, ലാർവകൾ എന്താ കാണിക്കുക? ബൈലാട്രൽ സിമെട്രി ആണ്. അഡൾട്ട് എന്താ കാണിക്കുക? അഡൾട്ട് എക്കൈനോഡെർമാറ്റ കാണിക്കുക റേഡിയൽ സിമെട്രി ആണ്. പറയാം മക്കളെ, അഡൾട്ട് എക്കൈനോഡെർമാറ്റ എന്താ കാണിക്കുക? റേഡിയൽ സിമെട്രിയാണ്. അപ്പോൾ ലാർവകൾ ബൈലാറ്ററൽ സിമെട്രിയും അഡൾട്ടോ റേഡിയൽ സിമെട്രിയാണ് കാണിക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ എക്കൈനോഡേം അഡൾട്ട് ഷോ റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താ? ശരിയാ. അടുത്തത്, ടീനോഫോറൻസ് ആർ ഡിപ്ലോബ്ലാസ്റ്റിക്. ഓക്കെ, ടീനോഫോർ നമുക്കറിയാം. ഡിപ്ലോബ്ലാസ്റ്റിക്കിന്റെ 2 എക്സാമ്പിൾ നമ്മൾ പഠിച്ചത്. ഏതൊക്കെ ഡിപ്ലോബ്ലാസ്റ്റിക്കിന്റെ എക്സാമ്പിൾ പഠിച്ചത്? ഒന്ന് നിഡേറിയാണ്, മറ്റൊന്ന് എന്താ? ടീനോഫോറാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ശരി? ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാ? 1ഉം 2 അല്ലേ ഇൻകറക്റ്റ്? അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ ഏതാ വരിക? എ ആണ് വരിക. ഓക്കെ, 11ന്റെ ഓപ്ഷൻ വരിക എ ആണ് കേട്ടോ. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ 12ാമത്തെ ക്വസ്റ്റ്യൻ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സീലം ഓഫ് ഗിവൺ അനിമൽസ് ഈസ് കറക്റ്റ്? സീലത്തിനെ കുറിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, സീലം നോക്കുക. റൗണ്ട് വേംസ് ഓർ ആഷൽമിന്തസ് ആർ സ്യൂഡോ സീലോമേറ്റ്സ്. അത് ശരിയല്ലേ? നമുക്കറിയാലോ സീലത്തിനെ കുറിച്ച് 3 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് അസീലോമേറ്റ്സ് ആണ്. ഓക്കെ, ഏതൊക്കെയാ അസീലോമേറ്റ്സിന് എക്സാമ്പിൾ? അസീലോമേറ്റ്സിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പോരിഫറ മുതൽ പ്ലാറ്റിഹെൽമിന്തസ് വരെ ആദ്യത്തെ 4 ഫൈലങ്ങൾ എന്താണ്? അസീലോമേറ്റ്സ് ആണ്. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് സ്യൂഡോ സീലോമേറ്റ്സ് ആണ്. ആരൊക്കെയാണ് സ്യൂഡോ സീലോമേറ്റ്സിന് എക്സാമ്പിൾ? സ്യൂഡോ സീലോമേറ്റ്സിന് ഒരൊറ്റ എക്സാമ്പിൾ ഉള്ളൂ. അതേതാ? ആഷെൽമിന്തസ് ആണ്. പറയാം മക്കളെ, ഏതാണ്? ആഷെൽമിന്തസ് ആണ്. ബാക്കി അനലിഡ മുതൽ അനലിഡ മുതൽ കോഡാറ്റ വരെ എന്താണ്? സീലോമേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുന്നു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സീലം ഓഫ് ഗിവൺ അനിമൽസ് ഈസ് കറക്റ്റ്? ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. റൗണ്ട് വേംസ് ഓർ ആഷെൽമിന്തസ് ആർ സ്യൂഡോ സീലോമേറ്റ്സ്. അത് ശരിയല്ലേ? ഓക്കെ, അടുത്തത് മൊളുസ്ക് ആർ അസീലോമേറ്റ്സ്. തെറ്റല്ലേ? മൊളുസ്ക സീലോമേറ്റ്സ് അല്ലേ?
ഇൻസെക്ട്സ് ആർ സ്യൂഡോസീലോമീൻസ്. തെറ്റല്ലേ? ഇൻസെക്ട്സും എന്താണ്? സീലോമീൻസ് ആണ്. ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ ആർത്രോപോഡ് ആണല്ലോ. ഫ്ലാറ്റ് വേംസ് ആർ സീലോമീൻസ്. തെറ്റല്ലേ? ഫ്ലാറ്റ് വേംസ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റിഹെൽമിന്തസ്, അവർ അസീലോമീൻസ് അല്ലേ? എന്ന് പറഞ്ഞാൽ അതിൽ ഏതാ ശരി? എ മാത്രമേ ശരിയുള്ളൂ. 12ന്റെ ഓപ്ഷൻ ഏതാ വരിക? എ ആണ് വരിക. ഓക്കെ അല്ലേ? അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫൈലം ഈസ് ബീങ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ്? ഓക്കെ, ഗിവൺ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫൈലം ഏതാണെന്നാണ് ചോദ്യം. ദേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ, ട്രിപ്ലോബ്ലാസ്റ്റിക്, സെഗ്മെന്റഡ്, സീലോമേറ്റ്. ഓക്കെ, ബൈലാറ്ററൽ സിമെട്രി ആണ് കാണിക്കുക, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സെഗ്മെന്റഡ് ആണ്, സീലോമേറ്റ് ആണ്. സെഗ്മെന്റഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ 3 ഫൈലങ്ങൾക്ക് സാധ്യത. അനലിഡ, ആർത്രോപോഡ, കോഡാറ്റ. ഈ 3 ഫൈലങ്ങൾ മാത്രമേ എന്തുള്ളൂ? സെഗ്മെന്റഡ് ഉള്ളൂ. അടുത്ത പറയാണ് ദ ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ. ഓക്കെ, ബോഡിക്ക് 3 പാർട്സാ, ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ. അപ്പം തന്നെ കിട്ടിയില്ല നമുക്ക്. ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ ആരുടെ ഭാഗങ്ങളാ? ആർത്രോപോഡൊക്കെ അല്ലേ. അടുത്ത പറയുന്നത് ജോയിന്റഡ് അപ്പൻഡേജസ്. അപ്പം തന്നെ കിട്ടി. കാരണം ആർത്രോപോഡിന്റെ ആർത്രോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ജോയിന്റ് ആണ്. പോഡ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ബയോളജിയിൽ പോഡ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൻഡേജ് ആണ്, കാലുകളാണ്. ഓക്കെ, അപ്പൊ ജോയിന്റഡ് അപ്പൻഡേജസ് ആണ്. ഓക്കെ അല്ലേ? അടുത്തത് സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓഫ് ഓപ്പൺ ടൈപ്പ്. കറക്റ്റ് അല്ലേ? ആർത്രോപോഡിന്റെ സർക്കുലേറ്ററി സിസ്റ്റം എന്താ? ഓപ്പൺ ടൈപ്പ് ആണ്. എക്സ്ക്രീഷൻ ടേക്സ് പ്ലേസ് ത്രൂ മാൽപീജിയൻ ട്യൂബ്യൂൾസ്. അതും കറക്റ്റ് അല്ലേ? ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാ? ആർത്രോപോഡ് വെച്ചിട്ടാണ്. 13ന്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് വരിക. 13ന്റെ ഓപ്ഷൻ വരിക എ ആണ് കേട്ടോ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ബിലോങ്സ് ടു ദ സെയിം ഫൈലം? ഓക്കെ, അതായത് 3 അനിമൽസിന്റെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരേ ഫൈലത്തിൽ വരുന്ന ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, എർത്ത് വേം അനലിഡാണ്, നമുക്കറിയുന്ന കാര്യമാണ്. പിൻവേം, ഓക്കെ, ആർത്രോപോഡിന്. ടേപ്പ് വേം എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാറ്റിഹെൽമിന്തസ് ആണ്. ഓക്കെ, ടീനിയ ടേപ്പ് വേം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത് തെറ്റാണ്. അടുത്ത നോക്കി, പ്രോൺ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ ആർത്രോപോഡ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? സ്കോർപ്പിയോൺ എന്താ? തേള് എന്നൊക്കെ പറയില്ലേ? ഓക്കെ, അതും ആർത്രോപോഡാണ്. ലോക്കസ്റ്റ് ആർത്രോപോഡ് എന്ന് പറഞ്ഞാൽ ബി ഓപ്ഷനിൽ വരുന്ന 3 ഓർഗാനിസങ്ങളും ഏതിലാണ് വരുന്നത്? ആർത്രോപോഡയിലാണ് വരുന്നത്. അടുത്ത നോക്കി, സ്പോഞ്ച് പോരിഫറയാണ്. സി അനിമോൺ എന്ന് പറഞ്ഞാൽ നിഡേറിയാണ്. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. അഡംസിയ. പിന്നെ സ്റ്റാർ ഫിഷ, എക്കൈനോഡെർമാറ്റ. അപ്പോൾ അത് തെറ്റി. അടുത്തത് മലേറിയൽ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡിയം. നിങ്ങൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ അമീബ, അതൊക്കെ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്നതാണ്. പിന്നെ മൊസ്കിറ്റോ എന്ന് പറഞ്ഞാൽ തെറ്റി. അപ്പോൾ ഇതിലെ ഓപ്ഷൻ ഏത് മാത്രമേ വരുള്ളൂ? 14ന്റെ ഓപ്ഷൻ വരിക ബി ആണ്. ബിയിലുള്ള 3 ഓർഗാനിസംസും സെയിം ഫൈലം ആർത്രോപോഡിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം, 15ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ പോയിസണസ് സ്നേക്സ്? ഏതാണ് പോയിസണസ് സ്നേക്ക്? ഒന്ന് നാജ, കോബ്ര. ശരിയല്ലേ? പോയിസണസ് അല്ലേ? പോയിസണസ് സ്നേക്സ് 3 നമ്മൾ പഠിച്ചിരുന്നത്. ഒന്ന് നാജ അഥവാ കോബ്ര. ഓക്കെ, രണ്ടാമത്തത് എന്താ? ബംഗാറസ്. ക്രേറ്റ്. മൂന്നാമത്തതോ വെള്ളിക്കെട്ടൻ എന്നൊക്കെ പറയും. ബംഗാറസ്. കോബ്ര മൂർക്കൻ. വൈപ്പർ അണലി എന്നൊക്കെ പറയില്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ 3 എന്താണ്? പോയിസണസ് സ്നേക്സ് ആണ്. അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഡി ആണ് വരിക. ഓൾ ഓഫ് ദീസ്. 15ന്റെ ഓപ്ഷൻ വരിക ഡി ആണ്. ഓൾ ഓഫ് ദീസ്. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദ കോമൺ ഫണ്ടമെന്റൽ ഫീച്ചർ ഫോർ അനിമൽ ക്ലാസിഫിക്കേഷൻ? അനിമൽ ക്ലാസിഫിക്കേഷൻ്റെ ഫണ്ടമെന്റൽ ഫീച്ചർ അല്ലാത്തത് ഏത്? ഓക്കെ, അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് നമുക്കറിയാലോ. ഏതൊക്കെ ഫീച്ചേഴ്സ്? ഒന്നാമത്തെ ഫീച്ചറാണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ല, നമ്മൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിരുന്നു ഒന്നാമത്തെ ഫീച്ചറായിട്ട്. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. എന്താ രണ്ടാമത്തെ ഫീച്ചർ പഠിച്ചത്? സിമെട്രി. ഓക്കെ, എന്താ മൂന്നാമത്തെ ഫീച്ചർ പഠിച്ചത്? ജേം ലെയേഴ്സ്. എന്താ നാലാമത്തെ ഫീച്ചർ പഠിച്ചത്? സീലോം. അഞ്ചാമത്തെ ഫീച്ചറാണെന്ത്? സെഗ്മെന്റേഷൻ. ആറാമത്തെ ഫീച്ചറാണെന്ത്? നോട്ടോകോഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോട്ട് എ ഫണ്ടമെന്റൽ ഫീച്ചർ എന്നാണ് ചോദ്യം. ജേം ലേയേഴ്സിനെ കുറിച്ചല്ലേ? അപ്പോൾ അതൊരു ഫണ്ടമെന്റൽ ഫീച്ചറാണ്. പാത്ത് വേ ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്, അതിനെക്കുറിച്ച് എവിടെയും പറയുന്നില്ല. ഓക്കെ, അടുത്ത നോക്കി, പാറ്റേൺ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് സെൽ, അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുക. എന്ന് പറഞ്ഞാൽ അതൊരു ഫീച്ചറാണ്. അടുത്ത സീരിയൽ റിപ്പീറ്റേഷൻ ഓഫ് സെഗ്മെന്റ്, അതിനാണ് നമ്മൾ സെഗ്മെന്റേഷൻ എന്ന് വിളിക്കുക. ഒരേപോലെ റിപ്പീറ്റ് ചെയ്യുക. സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ റിപ്പീറ്റേഷൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ പാത്ത് വേ ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്തല്ല? ഒരു കോമൺ ഫണ്ടമെന്റൽ ഫീച്ചർ അല്ല. എന്ന് പറഞ്ഞാൽ 16ന്റെ ഓപ്ഷൻ വരിക ബി ആണ്. ഓക്കെ, അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫ്ലെയിം സെൽസ് പ്രസന്റ് ഇൻ പ്ലാറ്റിഹെൽമിന്തസ് ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ.
പ്ലാറ്റി ഹെൽമിന്തസിലുള്ള ഫ്ലെയിം സെൽസിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഫ്ലെയിം സെൽസിന് ഒരൊറ്റ ഫംഗ്ഷൻ ഉള്ളൂ. ഫ്ലെയിം സെൽസിൻ്റെ മെയിൻ ഫംഗ്ഷൻ നമുക്കറിയാം. എന്തൊക്കെ ഫ്ലെയിം സെൽസിൻ്റെ ഫംഗ്ഷൻ? ഒന്നാമത്തെ ഫംഗ്ഷനാണ് മക്കളെ ഓസ്മോ റെഗുലേഷൻ. ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷനോ എക്സ്ക്രീഷൻ. ഓക്കെ, ഈ രണ്ട് ഫംഗ്ഷൻസും വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി അല്ലേ? 17ൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഡി ആണ് വരിക കേട്ടോ. 17 ഡി ആണ്. നോക്കുക 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബിലോങ് ടു ദ ഫൈലം ആർത്രോപോഡ? ഏതൊക്കെയാണ് ആർത്രോപോഡയിൽ വരുന്നതെന്നാണ് ചോദ്യം. ഫസ്റ്റ് പറയുന്നത് ബോംബിക്സ്, സിൽക്ക് വേം, നമ്മൾ പഠിച്ച ആർത്രോപോഡയാണ്. ഏപ്പിസ് എന്താ? ഹണി ബി, അതും എന്താണ്? ആർത്രോപോഡയാണ്. അടുത്തത് ലാക്സിഫറ, ലാക്ക് ഇൻസെക്ട്, നമ്മൾ പഠിച്ചത് ആർത്രോപോഡയാണ്. അനോഫിലസ്, മോസ്കിറ്റോ അല്ലേ? അതും ആർത്രോപോഡയാണ്. അടുത്തത് ലോക്കസ്റ്റ്, വെട്ടുകിളി എന്നൊക്കെ പറഞ്ഞു നമ്മൾ ആർത്രോപോഡയാണ്. ലിമുലസ്, കിങ് ക്രാബ്, അതും എന്താണ്? ആർത്രോപോഡ്. എന്ന് പറഞ്ഞാൽ പറഞ്ഞതെല്ലാം ആർത്രോപോഡയാണ്. 18ൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഓൾ ഓഫ് ദി എബവ് ആണ് വരിക. ഡി ആണ് വരിക കേട്ടോ. 18ൻ്റെ ഓപ്ഷൻ വരിക ഡി. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിങ്. ഓക്കെ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഉണ്ട്. കോൾഡ്, അതിന് വിളിക്കുന്ന പേരാണെന്ത്? റാഡുല. പറയാം മക്കളെ, എന്താ വിളിക്കുക? റാഡുല. പ്രസന്റ് ഇൻ ദ ഫൈലം. ഓക്കെ, റാഡുല എന്ന് പറയുന്ന സാധനം ഏത് ഫൈലത്തിലാണ് കാണപ്പെടുക? ഓക്കെ, റാഡുല ഏത് ഫൈലത്തിലാണ്? മൊളുസ്കല്ലടാ. ഓക്കെ, മൊളുസ്കന്റെ ഫീഡിങ് ഓർഗന്റെ പേരാണെന്ത്? റാഡുല. എന്ന് പറഞ്ഞാൽ 19ൻ്റെ ഓപ്ഷൻ എന്താ വരിക? ബി ആണ് വരിക. 19ൻ്റെ ഓപ്ഷൻ എന്താ വരിക? ബി ആണ് വരിക. ഓക്കെ, 20ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് പൊസസസ് ഇലക്ട്രിക് ഓർഗൻസ് ആൻഡ് ബിലോങ്സ് ടു ക്ലാസ് കോൺട്രിക്ടൈസ്? കോൺട്രിക്ടൈസിലാണുള്ളത് ഇലക്ട്രിക് ഓർഗൻസ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാലോ ഇലക്ട്രിക് ഓർഗൻസ് ഉള്ള കോൺട്രിക്ടൈസ് ഉണ്ട്, ഇലക്ട്രിക് ഓർഗൻസ് ഉള്ള ഫിഷസ്. ഓക്കെ, ഇലക്ട്രിക് ഓർഗൻസ് ഉള്ള കോൺട്രിക്ടൈസിന് എക്സാമ്പിൾ ആണെന്ത്? ടോർപിഡോ. പറയാം മക്കളെ, എന്താ എക്സാമ്പിൾ? ടോർപിഡോ. എന്ന് പറഞ്ഞാൽ 20ാമത്തെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ സാധാരണ എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മളൊരു ബോർഡ് എക്സാമിൻ്റെ ലെവൽ വെച്ചിട്ട് ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ബോർഡ് എക്സാമിനും പ്രതീക്ഷിക്കാം. അപ്പോൾ നല്ല രീതിക്ക് എന്ത് ചെയ്യുക? ചാപ്റ്റർ പഠിച്ചിട്ട് മുന്നോട്ട് പോവാം. താങ്ക് യു.